കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ വന്ദനം. നാം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഈ കഴിഞ്ഞ 11 ദിവസവും ധ്യാനിച്ചു വന്നത്. ഈ 12ാമത്തെ ദിവസം രാവിലെ നമ്മൾ വീണ്ടും നമ്മുടെ പ്രധാനപ്പെട്ട താക്കോൽ ചിന്തയായിട്ട് നാം എടുത്തിരിക്കുന്ന 2-ാം അധ്യായം അതിന്റെ 20ാമത് വാക്യം നാം ശ്രദ്ധിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചത്. ശത്രുക്കളുടെ നടുവിൽ നിന്ന് ധൈര്യത്തോടെ താനെ പ്രസ്താവിക്കുന്ന വാക്കുകളാണ്. ഞാൻ ആവർത്തിച്ച് ഓരോ സെഷനിലും അത് പറയുന്നത്. താൻ ദൈവത്തിങ്കിലുള്ള അചഞ്ചലമായ പ്രത്യാശയിലും തികഞ്ഞ ദൈവാശ്രയത്തിലും തനിക്ക് ലഭിച്ച ദൈവിക കാഴ്ചപ്പാടിലും തൻ്റെ ഹൃദയം അധൈര്യപ്പെടാതെ തന്നെ കൊന്ന് തൻ്റെ മേലുള്ള നിയോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഒരു സൈന്യം തന്നെ അവിടെ എഴുന്നേറ്റതായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതാത് സമയങ്ങളിലൊക്കെയും തൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ നല്ല ബുദ്ധിപരമായ സമീപനങ്ങളും നിലപാടുകളും ഒക്കെ കൂടുതൽ തന്നെ നിലനിന്ന് പ്രവർത്തിപ്പാനായി കൃപ തമ്പുരാൻ നൽകുവാനിടയായിത്തീർന്നു. സാധാരണപ്പെട്ട നിലയിലുള്ള ഒരു പണിയല്ല താൻ ചെയ്തു വന്നത് എന്ന് നമുക്കറിയാം. തൻ്റെ ജോലി രാജസന്നിധിയിൽ രാജാവിന് ഭക്ഷണം കൊടുക്കുക, അതിനെയൊക്കെ ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് തനിക്ക് അതിൽ നിന്ന് രുചിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടെങ്കിൽ മാത്രമേ രാജാവിനത് ഭക്ഷിക്കാനായിട്ട് കഴിയൂ. രാജാവിന്റെ സംരക്ഷകനായിരുന്നു താന്. യെരുശലേമിലുള്ള മതിൽ പണിയുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യം മാനുഷ്യമായിട്ടല്ല. കാരണം ഏതാണ്ട് 2.5 മൈൽ ചുറ്റളവുള്ള മതിലാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാനിടയായത്. 39 അടിയോളം ഏകദേശം ഉയരം വരുന്നു. 8.5 അടിക്കുള്ളിലുള്ള ഘനമുള്ള 34 പരം വാച്ച് ടവറുകളുള്ള 7 പ്രധാന ഗേറ്റുകളുള്ള 2 കവാടങ്ങളും ഒക്കെയുള്ള ഇങ്ങനെ ഇത്രയും വലിയതും വിശാലവുമായ ഒരു മതിൽ പണിയുവാനായിട്ട് മാനുഷ്യമായിട്ട് ഒരാളെ കൊണ്ട് കഴിയില്ല. സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ നിയോഗിക്കുന്ന കാര്യങ്ങൾ എത്ര വലിയതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, അതിനുള്ള റിസോഴ്സുകൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്ന് തോന്നിയാലും, ആ പദ്ധതി നടപ്പാക്കുവാനുള്ള കാര്യപ്രാപ്തിയോ കഴിവോ ഒന്നും നിങ്ങൾക്കില്ലെന്ന് മാനുഷ്യമായി തോന്നിയാലും, പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ദൈവാത്മാവ് നിങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്തെടുക്കാൻ പരിശുദ്ധാത്മാവ് ഹേമിക്കുന്നതോ നിർബന്ധിക്കുന്നതോ അരുളി ചെയ്യുന്നതോ നിയോഗിക്കുന്നതോ ആയ കാര്യങ്ങൾ നമ്മുടെ മാനുഷ്യ ബുദ്ധി കൊണ്ടോ മാനുഷ്യ ശക്തി കൊണ്ടോ അല്ല അത് സാക്ഷാത്കരിക്കുന്നത്. സ്തോത്രം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന് തിരുവെഴുത്തിൽ കാണുന്നത് പോലെ ആ വചനത്തിന്റെ ശക്തി ഡോറ തൊടരുത്, അത് കൈ തൊടരുത്, ഞാൻ കട്ട് ചെയ്ത് കളയും. ഓക്കെ, ഞാൻ ചെയ്തോളാം. ഓക്കെ. അപ്പോൾ ദൈവവചനത്തിന്റെ മഹത്വവും ദൈവവചനത്തിന്റെ സാന്നിധ്യവും രുചിച്ചറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ഭയവും ഭീതിയും പോകുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തോട് എത്രമാത്രം നാം നിയോഗം ലഭിച്ച വിഷയത്തിന് വേണ്ടി ധൈര്യപ്പെട്ട് ചുവട് വയ്ക്കുന്നുവോ, അതാത് സമയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ബലവും ധൈര്യവും നൽകി നമ്മുടെ മേൽ പകർന്ന നിയോഗവും നമ്മുടെ ഉള്ളിൽ നൽകിയ കാഴ്ചപ്പാടും നമ്മുടെ ഉള്ളിൽ നൽകിയ ആത്മഭാരവും അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ദൈവകൃപ കർത്താവാണ് തരുന്നത്. തോറ്റവരെയും പരാജയപ്പെട്ടവരെയും വീണ് കിടക്കുന്നവരെയും കണ്ട് നിങ്ങൾ അറച്ചുമടിച്ച് നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മേലുള്ള നിയോഗം വൈകിപ്പോകും. സ്തോത്രം. ഭയപ്പെടുത്തുന്നവരും കാഴ്ചപ്പാടില്ലാത്ത ആളുകളുടെ കമന്റുകളും കേട്ട് നിങ്ങളുടെ മനസ്സ് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുന്ന കാര്യത്തിന്, ദൈവാത്മാവ് നിങ്ങളെ നിർബന്ധിച്ച കാര്യങ്ങൾക്ക്, സ്തോത്രം, നമ്മൾ മനസ്സിടിഞ്ഞ് ഭാരപ്പെട്ട് ആ ദൗത്യത്തിൽ നിന്ന് നമ്മൾ ഒഴിവാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കണം, ഒരു ശൗൽ ദൈവസന്നിധിയിൽ നിന്ന് അനുസരണക്കേട് കാണിച്ചാൽ മറ്റൊരു ദാവീദിന് ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞപ്പോൾ ആകാശം അടയ്ക്കുവാൻ അധരത്തിൽ അധികാരം ലഭിച്ചവൻ,
ആകാശം തുറക്കുവാൻ ആദരത്തിൽ അധികാരം ലഭിച്ചവൻ. ആമേൻ. ഒരു ശ്വാസത്തിന്റെ വാക്കുകളിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീയിറങ്ങി 450 ബാലിന്റെയും അശേരയുടെയും അതേ പ്രവാചകന്മാരായ 850 പേരെ താൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് അവരെയൊക്കെയും അന്യാരാധന മുഴുവൻ തുടച്ചു മാറ്റുവാൻ അധികാരം ലഭിച്ചവൻ തളർന്ന് ചൂരച്ചെടിയുടെ ചുവട്ടിൽ പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ തൻ്റെ ഉള്ളിൽ പല കാര്യങ്ങൾ അലയടിച്ചു കാണും. ഞാൻ ഒരുത്തൻ മാത്രം ഈ ശുശ്രൂഷ ചെയ്തു, ഇവിടെ ദൈവത്തിന്റെ പ്രവാചകനായി ഈ രാജ്യത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ, അസാധാരണമായ എന്തെങ്കിലും ഒരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് ചെയ്തുവെങ്കിൽ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിഗളത്തിൻ്റെയോ ദുരഭിമാനത്തിൻ്റെയോ സ്വയപ്രശംസയുടെയോ ഒക്കെ ചിന്തകൾ നമ്മളിൽ കയറി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏലിയാവ് അസാധാരണമായ നിലയിൽ ദൈവകരങ്ങളിൽ ശോഭിച്ച ഒരു വ്യക്തി ആയിരുന്നുവെങ്കിലും ദൈവിക മർമ്മങ്ങളുടെ എല്ലാ ആഴങ്ങളും ഏലിയാവിന് വെളിപ്പെട്ടിരുന്നില്ല. കാരണം താൻ ഇസബേലിന്റെ വാക്കിൽ തളർന്നവനായി, നാളെ ഈ നേരത്ത് അതെ നിന്നെയും അവരിൽ ഒരാളെ പോലെ ആക്കും എന്നുള്ളതായ വാർത്ത ഇസബേലിൽ നിന്ന് ലഭിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ആളയിച്ച ആളിന് വേണമെങ്കിൽ ഏലിയാവിനെ കൊല്ലാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് കൊല്ലാൻ സാധിച്ചില്ല? അവൾ ഭയപ്പെട്ടു ഉള്ളുകൊണ്ട്. പക്ഷേ ചില വാക്കുകൾ പറഞ്ഞ് ഭീഷണിയാണ് അയച്ചത്. ശത്രുവിന്റെ ഭീഷണി വാക്കുകളെ നിങ്ങൾ ഗവനിക്കരുത്. കാരണം ഇന്നലെ രാത്രിയിൽ നാം ശ്രദ്ധിപ്പാനിടയായി തീർന്നു. അതേ മഹാനായ ദൈവം, ഭയങ്കരനായ ദൈവം എന്ന് പറഞ്ഞ് അത് നെഹമ്യാവ് ധൈര്യപ്പെടുത്തിയതായി നമ്മൾ കാണുന്നുണ്ട്. പറഞ്ഞു വലിയവനും ഭയങ്കരനുമായ ദൈവത്തെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ ചിന്തിപ്പാനിടയായിത്തീരുന്നത്. അതേ സഹോദരങ്ങളെ, എതിർപ്പുകൾ ഉണ്ടാകുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ദൈവത്തിന്റെ വഴിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ദൈവം വിളിച്ച പദ്ധതിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ കരുതലിലും ദൈവത്തിന്റെ സൂക്ഷിപ്പിലും ദൈവത്തിന്റെ നടത്തിപ്പിനുള്ളിലും നിങ്ങൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് എതിർപ്പുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്. എതിർപ്പുകൾ എപ്പോഴും ദൈവ മഹത്വത്തിന്റെ അടയാളത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. പ്രതികൂലം നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ഈ മാർഗം തീയിൽ കുരുത്തതാണ്, ഇത് വെയിലത്ത് വാടുകയില്ല. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ജനനത്തിൽ തന്നെ ഹെരോദാവ് കൊല്ലുവാൻ ഒരുങ്ങി, വധശ്രമം ഉണ്ടായി. പക്ഷേ ഇന്നയോളം ആ നാം മഹത്വമായിരിക്കുന്നു. യെരുശലേമിൽ ആരംഭിച്ചതായ ആ ദൈവത്തിന്റെ പ്രവൃത്തി ഇത് ലോകരാജ്യങ്ങളിൽ മുഴുവൻ ഇത് പടർന്നു പന്തലിച്ച് കിടക്കുകയാണ്. ഇത് മാനുഷികമായിരുന്നുവെങ്കിൽ എന്നേ ഇത് നിശ്ചലമായി പോയേനെ. എന്നാൽ യമാലിയിൽ പറഞ്ഞതുപോലെ ഇത് ദൈവികമാണെങ്കിൽ നിങ്ങൾക്കാർക്കും ഇതിനെ തകർക്കുവാനായി കഴിയില്ല. സകല ഭാഷയിലും സകല വംശത്തിലും സകല ഗോത്രത്തിലും ഉള്ള ആളുകളെ മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വിളിക്കുന്ന രക്ഷണ്യ പദ്ധതിയാണ് യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് പിതാവായി ദൈവം ദാനം ചെയ്തിരിക്കുന്നത്. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ മൂലം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ലോകത്തിൽ കടന്നു വരുവാനിടയായിത്തീരുന്നത്. നാം ധ്യാനിച്ച വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. ഇന്ന് 5-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഈ 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, സാമ്പത്തിക പ്രശ്നത്താല് ഒക്കെ ആ ജനത വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു ഭാഗം നമ്മൾ കാണുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി അവിടെ യെരുശലേമിൽ ആയിരുന്ന പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ആളുകൾ വലിയ ഞെരുക്കത്തിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. ആ സമയത്ത് അവിടെ തന്നെയുള്ള ഇസ്രായേൽ മക്കളിൽ അല്പം കാശുകാരായ ആളുകളുണ്ട്. അവർ ഈ ദൈവജനത്തിന്റെ ട്രാജഡികളെ കണ്ടിട്ട് അവരുടെ പിതാക്കന്മാരുടെ ദൈവം കൊടുത്ത പ്രമാണമൊക്കെ പെതുക്കെ അവര് മറന്നിട്ട്, സ്തോത്രം, അവരുടെ കാഴ്ചപ്പാടുകൾ മുഴുവൻ കുറെ കൂടെ അല്ലെങ്കിൽ ദൈവത്തിങ്കലുള്ള നിസ്വാർത്ഥത മാറ്റിയിട്ട് ആ പ്രത്യാശയുടെ തലമൊക്കെ അവർ മാറ്റിയിട്ട് ലൗകികമായ നിലകളിൽ ജനങ്ങളോട് ഇടപെടുവാൻ തുടങ്ങി.
ആ ഭക്തിയും അനുകമ്പയും ഒക്കെ കഷ്ടതയിൽ അവർ മാറ്റിയിട്ട് ചില ആളുകൾ, പ്രമാണിമാരായ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കിട്ടിയ അവസരം പാഴാക്കാതെ അവർ എന്ത് ചെയ്തു? അവരുടെ ഞെരുക്കത്തെ, അവരുടെ കഷ്ടതയെ, അവരുടെ ഭക്ഷണമില്ലാതെ ഞെരുങ്ങുന്ന സമയത്തെ ഒക്കെ അവരെന്ത് ചെയ്തു? ഓക്കെ, നിങ്ങളുടെ സ്വത്ത് തരാമെങ്കിൽ നിങ്ങൾക്ക് പലിശയ്ക്ക് പൈസ തരാം. അങ്ങനെ അവരുടെ ഞെരുക്ക നിമിത്തം ഭക്ഷണത്തിന് അവരുടെ വസ്തു പണയം വയ്ക്കേണ്ടി വന്നു. അവർ പലിശയ്ക്ക് പൈസ എടുക്കേണ്ടതായി വന്നു. ഇസ്രായേൽ മക്കളിൽ നിന്ന് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം തമ്പുരാൻ അവരോട് കൃത്യമായി പറഞ്ഞിരുന്നു, നിങ്ങൾ പ്രമാണം കൊടുക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 25-ാം വാക്യവും ലേവ്യ പുസ്തകം 25-ാം അധ്യായം 36-ാം വാക്യവും നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. പുറപ്പാട് 22-ന്റെ 25, ലേവ്യ 25-ന്റെ 36. അവിടെ എന്താണ് കാണുന്നത്? അവർ 100% വെച്ച് അവർ പലിശ മേടിപ്പാനിടയായി തീർന്നു മാസം തോറും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വർഷമാകുമ്പോഴേക്കും 12% അവർ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രമാണം സഹോദരനോട് പലിശ വാങ്ങുന്നതിനെ ന്യായപ്രമാണം വിലക്കിയിരുന്നു. എന്താണ്? ഓക്കെ, സംബടി ആരെങ്കിലും വായിച്ചാട്ടെ, എന്താ എഴുതിയിരിക്കുന്നത്? എന്റെ ജനത്തിൽ നിന്റെ അടുക്കലുള്ള ഒരു ദരിദ്രന് പണം വായ്പ കൊടുത്താൽ പോലി കടക്കാരനെ പോലെ ഇരിക്കരുത്, അവനോട് പലിശ വാങ്ങുകയും അരുത്. നീ കൂട്ടുകാരന്റെ ഇനി അതിന്റെ ലേവ്യ പുസ്തകം 25-ന്റെ 36-ാം വാക്യം കൂടെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ എല്ലാം പറയുന്നത്, നീ അവനെ അവന്റെ ക്ഷീണാവസ്ഥയിൽ, അവന്റെ ഞെരുക്കാവസ്ഥയിൽ നീ അവനോട് അനുകമ്പ കാണിക്കണം, അവനോട് കരുണ കാണിക്കണം. നോക്കുക, മതില് പണി നടക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു വർക്കിലാണ് നെഹമ്യാവ് ആയിരിക്കുന്നത്. ഉറക്കമില്ലാത്ത ധാരാളം രാത്രികൾ, രാവും പകലും നെഹമ്യാവിന്റെ ഉള്ളിലുള്ള ഒറ്റ ചിന്ത എന്താണ്? ദൈവം ഏൽപ്പിച്ചത് എനിക്ക് വിശ്വസ്തയോടെ ചെയ്യണം. അത് ദൈവം ഏൽപ്പിച്ചത് അത് സത്യസന്ധമായി ചെയ്യണം. ദൈവം ഏൽപ്പിച്ചത് ദൈവത്തിന്റെ നിയോഗത്തിൽ അത് വളരെ മഹത്വകരമായി എനിക്ക് ചെയ്യണം എന്നുള്ളതായ തീവ്രമായ ഒരു ഉൾക്കാഴ്ചയോടെയാണ് താൻ ചെയ്യുന്നത്. താൻ പണി ചെയ്തു വരുമ്പോൾ നോക്കുക, എതിർപ്പുകൾ ശക്തിപ്പെട്ടു വരുന്നു, ഗൂഢാലോചനകൾ ശക്തിപ്പെട്ടു വരുന്നു, പ്രതിസന്ധികൾ ശക്തിപ്പെട്ടു വരുന്നു. തന്നോടൊപ്പം ഒരു വലിയ സൈന്യം തന്നെ പ്രവർത്തനത്തിനായിട്ട് ഉള്ളപ്പോൾ തന്നെ പിടിച്ചു നിൽപ്പാൻ കഴിയാത്ത പ്രതികൂലത്തിലൂടെ താൻ കടന്നു പോവുകയാണ്. പിടിച്ചു നിൽപ്പാൻ കഴിയാത്ത പ്രതികൂലത്തിലൂടെ പോകുമ്പോൾ ദൈവം അവിടെ വലിയ ഒരു മിറക്കിൾ ചെയ്തതായി കാണുന്നു. എന്താണ്? 14-ാം വാക്യം, തന്നെ അവിടെ ലീവ് എടുത്ത് മതില് പണിയാനായി കടന്നു പോയവനെ അർത്തഷ്ടാ രാജാവിന്റെ മനസ്സിൽ ഒരു കാഴ്ചപ്പാടുണ്ടായി. എന്താണ്? ഇവൻ പ്രതികൂലങ്ങളിലൂടെയൊക്കെ പോകുന്നതായി ഒരു പക്ഷേ രാജാവിന് അറിവ് കിട്ടിക്കാണും. ഇവൻ പ്രാണഭയത്തിലാണ് ആ ദേശത്തായിരിക്കുന്നതെന്നൊരു പക്ഷേ രാജാവിന് അറിവ് കിട്ടിക്കാണും. എങ്കിലും തൻ്റെ ദൗത്യത്തിൽ വളരെ എരിവോടും വളരെ തീഷ്ണതയോടും വളരെ ശുഷ്കാന്തിയോടും കഠിനാധ്വാനം ചെയ്യുന്ന നെഹമ്യാവിനെ കുറിച്ചുള്ള വാർത്ത ഒരുപക്ഷെ അർത്തഷ്ടാ രാജാവ് കേട്ട് കാണും. അപ്പോൾ രാജാവിന്റെ മനസ്സിൽ ദൈവം ഒരു കാര്യം തോന്നിപ്പിച്ചു. ഇവൻ അവിടുത്തെ എടുത്ത് യെരൂശലേമിന്റെ മതിൽ പണിയാനായി പോയിരിക്കുകയാണല്ലോ. ഇവന്റെ പ്രതികൂലത്തിൽ ഇവൻ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവൻ ഒരു പ്രൊമോഷൻ തന്നെ ഇപ്പോൾ ആവശ്യമായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അദ്ദേഹത്തെ എന്താക്കി നമ്മൾ വായിക്കുന്നത് എന്താണ്? ഇംഗ്ലീഷിൽ ഒക്കെ സംബഡി ക്യാൻ റീഡ്. ആമേൻ. 14-ാം വാക്യം, ഞാൻ യഹൂദാദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ടു. നോക്കുക, പ്രൈസ് ലോർഡ്. അഞ്ചു വായിക്കാമോ? Moreover, from the time that I was appointed to be their governor in the land of Judah, from the 20th year, from the 20th തന്നെ ഒരു ഗവർണറായി അപ്പോയിന്റ് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം,
പാനപാത്രം പിടിച്ച് രാജസന്നിധിയിൽ നിന്ന നെഹമ്യാവ് ദൈവത്തിന്റെ വേലയെക്കുറിച്ചുള്ള ഭാരം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ, കർത്താവിന്റെ വേലയെ കുറിച്ചുള്ള ഉൾക്കാഴ്ച ലഭിച്ച് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിൽ ഉള്ളതെല്ലാം താൻ ചിലവിടുകയാണ്. നിങ്ങൾക്കറിയാമോ, ആമേ സ്തോത്രം, അവിടെ നമ്മൾ കാണുന്നത് ഉണ്ട്, തൻ്റെ ചെലവിനായിട്ട് എന്തൊക്കെയാണ് അവിടെ വേണ്ടി വന്നത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ അരികിൽ ധാരാളം ആളുകൾ ഭക്ഷണം കഴിക്കേണ്ടതിനായി കടന്നു വരുന്നു. നിങ്ങൾ അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഞാൻ ഈ മതിലിന്റെ വേലയിൽ തന്നെ ഉറ്റിരുന്നു. അടുത്തത്, ഞങ്ങൾ ഒരു നിലവും വിലയ്ക്ക് വാങ്ങിയില്ല. എന്റെ ഭൃത്യന്മാർ ഒക്കെയും ഈ വേലയിൽ ചേർന്ന് പ്രവർത്തിച്ചു പോന്നു. അടുത്തത്, യഹൂദന്മാരും പ്രമാണികളുമായ 150 പേരല്ലാതെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വന്നവരും എന്റെ മേശക്കൽ ഭക്ഷണം കഴിച്ചു പോന്നു. എനിക്ക് ഒരു ദിവസത്തേക്ക് ഒരു കാളയെയും വിശേഷമായ 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് യഹൂദന്മാരും പ്രമാണികളുമായ 150 പേർ ഒരു സെഷൻ ഫുഡ് കഴിക്കാനുണ്ട്. അതല്ലാതെ തൻ്റെ അടുക്കൽ വന്നവരും എൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോയിരുന്നു. നിങ്ങൾ നോക്കിക്കേ, നെഹമ്യാവിന് ഇപ്പോൾ കർത്താവിന്റെ വേല അവിടെ ചെയ്യുമ്പോൾ ഒന്നുകിൽ താൻ റിച്ച് ആയിരുന്നിരിക്കാം, ഇല്ലെങ്കിൽ രാജാവ് തനിക്ക് ഹൈലി സപ്പോർട്ടീവാനുള്ള റിസോഴ്സ് കൊടുത്ത് കാണണം, ഇല്ലെങ്കിൽ തൻ്റെ പിതാക്കന്മാരുടെ അവകാശങ്ങൾ വിറ്റ് മതിൽ പണിതിരിക്കണം. ഇങ്ങനെ 3 ചിന്തയാണ് വേദശാസ്ത്രികൾ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ 150 ലീഡേഴ്സ് ഏറിയ നാളുകൾ തന്നോടൊപ്പം ആഹാരം താനാ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താൻ ദേശാധിപതിയായി ഇരിക്കുമ്പോൾ ആ ദേശത്തുള്ള ആളുകളുടെ കയ്യിൽ നിന്നൊന്നും താനെ ഒന്നും മേടിപ്പാനായി ആഗ്രഹിച്ചില്ല. നോക്കുക, തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം നോക്കുക. കാരണം ഈ ജനം പെടുന്ന പാട് കഠിനമായതിനാൽ ദേശാധിപതിക്കുള്ള അഹോവൃത്തി ഞാൻ ആവശ്യപ്പെട്ടില്ല എന്ന് 18-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലായി കാണുന്നു. ഒന്ന് വായിച്ചാട്ടെ. ഇങ്ങനെയൊക്കെ ഈ ജനം പെടുന്ന പാട് കഠിനമായിരുന്നതിനാൽ ദേശാധിപതിക്കുള്ള അഹോവൃത്തി ഞാൻ ആവശ്യപ്പെട്ടില്ല. നോക്കുക, എന്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായി ഓർക്കണമേ. പ്രൈസ് ഗോഡ്. അപ്പം ഫുഡ് ഡെയിലി മിനിമം 150 ലീഡേഴ്സിന് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കാണുന്നു. അപ്പൊ വലിയ വേലയാണ് താനിത് ചെയ്തു വരുന്നത്. വേല വിട്ട് താൻ പോകുന്നില്ല. സ്തോത്രം. ഭീഷണി കത്തുകളൊക്കെ വരുമ്പോഴും വളരെ പരിജ്ഞാനത്തോടുകൂടി താൻ അതെല്ലാം ഇടപെടുകയാണ്. സ്തോത്രം. അതുകൊണ്ട് അവരുടെ ഞെരുക്കം ഒരു സൈഡിൽ കിടക്കുന്നു. അവർ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കണം. 5-ാം വാക്യം. അറിയണം പാസ്റ്റർ. 5-ാം അധ്യായം 3 മുതൽ വായിച്ചാട്ടെ. ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വീടുകളും പണയം എഴുതി ഈ ദുർഭിക്ഷക്കാലത്ത് ധാന്യം വാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന് ചിലരും രാജഭോഗം കൊടുക്കേണ്ടതിന് ഞങ്ങൾ നിലങ്ങളിൽ മേലും മുന്തിരിത്തോട്ടങ്ങളിൽ മേലും പണം കടം വാങ്ങിച്ചിരിക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ ദേഹം ഞങ്ങളുടെ സഹോദരന്മാരുടെ ദേഹത്തെ പോലെയും ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ പോലെയും ആകുന്നു. എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദാസ്യത്തിന് കൊടുക്കേണ്ടി വരുന്നു. ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമപ്പെട്ടു പോയിരിക്കുന്നു. ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല. ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അന്യാധീനമായിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞു. അവരുടെ നിലവിളിയും ഈ വാക്കുകളും കേട്ടപ്പോൾ എനിക്ക് അതികോപം വന്നു. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ശാസിച്ചു. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സഹോദരനോട് പലിശ വാങ്ങുന്നുവല്ലോ എന്ന് അവരോട് പറഞ്ഞു. അവർക്ക് വിരോധമായി ഞാൻ ഒരു മഹായോഗം വിളിച്ചുകൂട്ടി. ജാതികൾക്ക് വിറ്റിരുന്ന നമ്മുടെ സഹോദരന്മാരായ യഹൂദന്മാരെ
നമ്മളാൽ കഴിയുന്നിടത്തോളം നാം വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങളോ? നമ്മുടെ സഹോദരന്മാർ തങ്ങളെ തന്നെ നമുക്ക് വിൽക്കുവാൻ തക്കവണ്ണം അവരെ വീണ്ടും വിൽപ്പിപ്പാൻ പോകുന്നുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അതിനെ അവർ ഒരു വാക്കും പറയുവാൻ കഴിയാതെ മൗനമായിരുന്നു. പിന്നെയും ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല. നമ്മുടെ ശത്രുക്കളായ ജാതികളുടെ നിന്ന ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ലയോ? ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ ഭൃത്യന്മാരും അവർക്ക് ദ്രവ്യവും ധാന്യവും കടം കൊടുത്തിരിക്കുന്നു. നാം ഈ പലിശ ഉപേക്ഷിച്ചു കളയുക. നിങ്ങൾ ഇന്ന് തന്നെ അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും വീടുകളും മടക്കി കൊടുക്കുവിൻ. ദ്രവ്യം, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയിൽ 100-1 വീതം നിങ്ങൾ അവരോട് വാങ്ങി വരുന്നതും അവർക്ക് ഇളച്ചു കൊടുക്കുവിൻ. അതിനെ അവർ, ഞങ്ങൾ അവ മടക്കി കൊടുക്കാം, ഇനി അവരോടൊന്നും ചോദിക്കുകയുമില്ല, നീ പറയും പോലെ തന്നെ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് ഈ വാഗ്ദാന പ്രകാരം ചെയ്തു കൊള്ളാമെന്ന് അവരുടെ മുമ്പിൽ വെച്ച് അവരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഞാൻ എൻ്റെ മടി കുടഞ്ഞു. ഈ വാഗ്ദാനം നിവർത്തിക്കാത്ത ഏവനെയും അവന്റെ വീട്ടിൽ നിന്നും അവന്റെ സമ്പാദ്യത്തിൽ നിന്നും ദൈവം ഇതുപോലെ കുടഞ്ഞു കളയട്ടെ. ഇങ്ങനെ അവൻ കുടഞ്ഞും ഒഴിഞ്ഞും പോകട്ടെ എന്ന് പറഞ്ഞു. സർവ്വസഭയും ആമേൻ എന്ന് പറഞ്ഞു യഹോവയെ സ്തുതിച്ചു. ജനം ഈ വാഗ്ദാന പ്രകാരം പ്രവർത്തിച്ചു. മതി നോക്കുക. അപ്പോൾ ആഹാരത്തിനുള്ള സാധ്യതയില്ലാതെ വന്നു. വലിയ ഞെരുക്കത്തിലൂടെ ജനം കടന്നുപോയി. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് യഹൂദന്മാരുടെ ഇടയിൽ, ഇസ്രായേൽ ജനത്തിൽ പലരുടെയും ഭൂമി പണയം വയ്ക്കേണ്ടി വന്നു, ആ പലിശക്കെടുക്കേണ്ടി വന്നു. അവരുടെ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും പലയിടത്തും അടിമകളായി മാറേണ്ടി വന്നു. പിന്നെ അവിടെ വളരെ ഭാരത്തോടെ നാം കാണുന്ന മറ്റൊരു കാര്യം, അതെ, ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദാസ്യത്തിന് കൊടുക്കേണ്ടി വന്നു. ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമപ്പെട്ടു പോയിരിക്കുന്നു. നോക്കുക, അവരുടെ ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായാണ് പ്രവാസത്തിൽ നിന്ന് വന്നപ്പോഴും ജീവിപ്പാൻ മുന്നോട്ടുള്ള സാധ്യതകളില്ലാത്ത സമയം. അവരുടെ കഷ്ടതയെ അത് മുതലാക്കുവാൻ നോക്കുന്ന പ്രമാണിമാരായ കുറെ ആളുകൾ. താൻ അന്നുണ്ടായിരുന്ന പുരോഹിതന്മാരും അതിനെ പ്രമാണിമാർക്ക് അനുകൂലമായിരുന്നു. എന്നാൽ നോക്കുക, ഒരു വശത്ത് തൻ്റെ ജോലിയേക്കാൾ വലുത് ദൈവം നൽകിയ നിയോഗമാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് തൻ്റെ മനസ്സ്, തൻ്റെ ശരീരം, തൻ്റെ ഹൃദയം, തൻ്റെ സമയം, തനിക്കുള്ളതെല്ലാം ദൈവം നൽകിയ നിയോഗത്തിനായി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത നെഹമ്യാവ് അൺഎക്സ്പെക്റ്റഡ് ആയി ടൈമിൽ തനിക്ക് കിട്ടുന്ന ഗുഡ് ന്യൂസ് എന്താണ്? നിന്നെ ഇനി ആമേൻ പാനപാത്രവാഹനായിട്ടല്ല, നീ യു ആർ ദ റൈറ്റ് പേഴ്സൺ. നീ ആ ദേശത്ത് ഇനി സാമാന്യ വ്യക്തിയല്ല, നിന്നെ ഗവർണറാക്കി മാറ്റിയിരിക്കുകയാണ്. ദൈവത്തിന്റെ പൈതലേ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് പ്രൈസ് ഗോഡ് തമ്പുരാന്റെ വചനം പറയുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ ആയിരുന്നപ്പോൾ ഉമ്മച്ചായൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവൻ, എപ്പിസിലുള്ള ഒരു ലീഡറായിരുന്നു അദ്ദേഹം അവിടെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡാണ്. പല പ്രാവശ്യം അദ്ദേഹം ഓഫീസിൽ വിളിക്കാറുണ്ടായിരുന്നു, കുശലങ്ങൾ സംസാരിക്കാനും ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാനും. എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞാനാണ് അദ്ദേഹത്തിന് പരിഭാഷ ചെയ്യാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലോട്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്: ദൈവത്തിന്റെ ദാസനെ, ഈ കസേരയിൽ ഇരിപ്പാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. എന്നാൽ ദൈവം എന്നെ ഈ ദേശത്തെ ഒരു സാധാരണ ജോലിയിൽ പ്രവേശിച്ചവനാണ് ഞാൻ. പക്ഷേ എനിക്ക് കിട്ടിയ സമയവും എൻ്റെ ആരോഗ്യവും എൻ്റെ അവസരങ്ങളും ഒക്കെ അനേകം ആത്മാക്കളെ നേടി സഭകൾ സ്ഥാപിപ്പാനിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് ഈ ഫോറസ്റ്റ് കോർപ്പറേഷന്റെ ഹെഡിൽ എത്താനിടയായത് വെറും കേവല വിദ്യാഭ്യാസം, സാമാന്യ വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന എൻ്റെ കീഴിൽ ഉയർന്ന റാങ്കിലുള്ള ആളുകൾ, ഉയർന്ന ഡിഗ്രിയുള്ള ആളുകളാണ് കീഴിൽ വർക്ക് ചെയ്യുന്നത്. അതേ സഹോദരങ്ങളെ, നാം ദൈവത്തിന് വേണ്ടി എടുക്കുന്ന ചില സ്റ്റെപ്പുകളുടെ പുറകിൽ ദൈവത്തെ മാനിക്കുവാൻ, ജീവൻ കൊടുത്ത് പ്രവർത്തിക്കുവാൻ, പ്രൈസ് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളവരും
അങ്ങനെ പ്രവർത്തിക്കുന്നവരുമായ ആളുകളെ ഞാൻ കർത്താവിൽ ധൈര്യപ്പെടുത്തി പറയട്ടെ, നിങ്ങൾ അറിയാത്തൊരു മാനം നിങ്ങളുടെ പുറകെ വരും, നിങ്ങൾ അറിയാത്തൊരു മാന്യത നിങ്ങളുടെ പുറകെ വരും, നിങ്ങൾ അറിയാത്ത ഒരു ഉയർച്ച നിങ്ങളുടെ പുറകെ വരും, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ളതായ പദവി നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ, ദൈവം ഏൽപ്പിച്ച കാര്യം നിങ്ങൾ വളരെ വിശ്വസ്തയോടെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളെ മാനിപ്പാനിടയായിത്തീരും. നമ്മളെ ഫുഡിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ 17ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ തൻ്റെ ഡെയിലി ഉള്ള എക്സ്പെൻസിനെ കുറിച്ച് നമ്മൾ കാണുന്നത് അതിന്റെ 18ാമത്തെ വാക്യത്തിലാണ്. എന്താണ്? എനിക്ക് ഒരു ദിവസത്തേക്ക് ഒരു കാളയും വിശേഷമായ 6 ആടിനെയും പാകം ചെയ്യണം. നിങ്ങൾ അത് ടോട്ടലി നിങ്ങളൊന്ന് ഏകദേശം ഒന്ന് എടുത്തു നോക്കിക്കേ. എത്രമാത്രം പ്രൈസാണ്, എത്രമാത്രം വിലയാണ്. സ്തോത്രം, സ്തോത്രം. ഇത് തൻ്റെ അരികിൽ കഴിഞ്ഞ 12 വർഷം പിന്നിട്ട് സംവത്സരങ്ങളിൽ ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വന്നു പോകുന്നുണ്ട്. അപ്പോഴെല്ലാം താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 14ാം വാക്യത്തിൽ താൻ പറയുന്നു, ഞാൻ യഹൂദാ ദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാള് മുതൽ അർത്തഹ്ശ രാജാവിന്റെ 20ാം ആണ്ട് മുതൽ തന്നെ അവന്റെ 32ാം ആണ്ട് വരെ 12 സംവത്സരം ഞാനും എൻ്റെ സഹോദരന്മാരും ദേശാധിപതിക്ക് അഹോക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിന് ഭാരമായിരുന്നു. നോക്കുക, അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, തന്റെ സുവിശേഷീകരണത്തിൽ മറ്റൊരാൾക്ക് ഭാരം വരുത്തുവാൻ ഇടവരാതെ മുട്ടു തീർക്കേണ്ടതിന് വേണ്ടി തൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് എന്ത് ചെയ്തു? താൻ അധ്വാനിച്ചു. ചിന്തകന്മാര് പറയുന്നത്, ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ താൻ അറേബ്യയിലേക്ക് കടന്നുപോയി, കർത്താവിൽ നിന്ന് പ്രാപിച്ച് താൻ മടങ്ങി യെരൂശലേമിലേക്ക് വന്നു. എന്നാൽ അറേബ്യയിലേക്ക് പോയ സമയത്ത് താൻ കൂടാരപ്പണിയും കൂടെ പഠിച്ചു എന്നാണ് പറയുന്നത്. സ്തോത്രം. തൻ്റെ ഒരു ആവശ്യം വന്നാൽ ദൈവമക്കളെ പിഴിഞ്ഞ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നോടൊപ്പം വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറെ കൂടെ കരുതൽ കൊടുക്കുവാൻ, കുറെ കൂടെ സപ്പോർട്ട് ചെയ്യുവാൻ തക്കവണ്ണം താൻ അതിന് കഠിനാധ്വാനമുള്ള കാഴ്ചപ്പാടുള്ളവനായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട എന്താണ്, നമുക്കിതിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? പ്രതിസന്ധികളുടെ നടുവിൽ ആയിരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ കൈത്താങ്ങൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഒരിക്കലും മറന്നു കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. മറുവശത്ത് ഞാൻ പറയാം, നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ മറക്കരുത്. അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അവർ ക്ലേശം അനുഭവിക്കുന്ന ഒരു വിഷയം കേട്ടാൽ, പണ്ട് സപ്പോർട്ട് ചെയ്തതാണ്, ഇപ്പൊ അവരൊന്നും ചെയ്യുന്നില്ല, അതൊക്കെ ദൈവത്തിന്റെ കൈയാണ്, ദൈവത്തിന്റെ ന്യായവിധിയാണ് എന്നുള്ളതായ നന്ദികെട്ട വാക്കുകൾ, ദൈവം പ്രസാദിക്കാത്ത മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് നമ്മൾ ഒരിക്കലും ആരെയും നിന്ദിക്കരുത്. സ്തോത്രം. ഇന്ന് നാം അനുഭവിക്കുന്ന ഏത് ചെറുതും വലുതുമായ നന്മയായിക്കൊള്ളട്ടെ, ഇതൊക്കെയും സർവശക്തന്റെ ദാനമാണ് എന്നുള്ളത് നാം എപ്പോഴും തിരിച്ചറിഞ്ഞു കൊള്ളണം. സ്തോത്രം. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. എന്തുകൊണ്ട്? ആവർത്തന പുസ്തകത്തിൽ തമ്പുരാൻ പറയുന്നു, സമ്പത്തുണ്ടാക്കുവാൻ ഞാനല്ലയോ നിങ്ങൾക്ക് ശക്തി നൽകിയത്. നോക്കുക, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന പണം, നമ്മൾ ഒരിക്കലും ദൈവമഹത്വമില്ലാത്ത കാര്യത്തിന് വേണ്ടി ദൂർത്തടിച്ച് അത് നിങ്ങൾക്ക് പിന്നത്തേതിൽ മാനസിക മുറിവുണ്ടാക്കുന്ന തലത്തിലേക്ക് പോകാൻ ഒരിക്കലും പാടുള്ളതല്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നല്ല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നിയോഗിക്കുന്ന നിലയിൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് ഏത് തലത്തിൽ നിങ്ങളുടെ ഭൗതിക നന്മ ഉപയോഗിക്കണമെന്ന് ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നു, ആ തലത്തിൽ നിങ്ങളുടെ പേര് വെച്ച് തന്നെ നിങ്ങൾക്ക് ചില ട്രാക്റ്റുകൾ അടിക്കാം. സ്തോത്രം. നിങ്ങൾക്കൊരു മിഷൻ ഫീൽഡിനെ ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് നിയോഗമുള്ള, നിങ്ങളെ പ്രേരിപ്പിക്കുന്ന രാജ്യത്ത് നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കാം. നിങ്ങളുടെ നന്മകളുടെ ഒരു ഭാഗം അല്പാൽപ്പം മാറ്റിവെച്ച് വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും രാജ്യത്ത് പോയി അവിടെ ഒരു മുറിയെടുത്ത് ആ ദേശത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കഷ്ടപ്പെടുന്ന, വേദനപ്പെടുന്ന ദൈവജനത്തോട് ഒരുമിച്ച് ഫ്യൂ ഡേയ്സ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം.
ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യണം. അതെല്ലാം ദൈവവും നിങ്ങളുമായിട്ടുള്ള നിയോഗത്തിൽപ്പെട്ട കാര്യമാണ്. പലവട്ടം ചോദിച്ചില്ലേ, കൊടുത്തു കളയാം. ആ പണം കൊണ്ട് പ്രയോജനമില്ല സഹോദരങ്ങളെ. സന്തോഷത്തോടെ വേണം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ. ആമേൻ. ഹൃദയത്തിൽ ദൈവം നൽകിയ നിയോഗത്തിലാണ് അത് സ്പെൻഡ് ചെയ്യേണ്ടത്. കാരണം ദൈവത്തിന് നമ്മുടെ സമർപ്പണമില്ലാത്ത പണം ഒരിക്കലും ആവശ്യമില്ല. സ്തോത്രം. നമ്മൾ ചുമ്മാ എഴുതി കൊടുത്തിട്ട് അർത്ഥമില്ല. നിങ്ങൾ കൊടുക്കുന്ന പണത്തോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ചെന്നെങ്കിൽ മാത്രമേ അത് റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. നിയോഗം നിങ്ങൾക്ക് നിലച്ചെങ്കിൽ പിന്നെ ആ ഏരിയയിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. മറ്റൊരു വാതിൽ ദൈവം നിങ്ങൾക്ക് തുറന്നു തന്നെങ്കിൽ അവിടേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ലൈഫ് ടൈം ഒരാളുടെ സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്ന ആളിനെ പോലെ നമ്മൾ ആയിരിക്കരുത്. പ്രൈസ് ഗോഡ്. വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ച് പോകുവാൻ ദൈവം പരിശീലിപ്പിക്കാൻ കണ്ടവർ വിശ്വാസത്തിന്റെ ചുവടുകളിൽ വളർന്നു വരാനും നമ്മൾ അനുവദിക്കണം. ദൈവത്തിന് സ്തോത്രം. ഓവർ കൺസേൺ അല്ല ആവശ്യം, ഓവർ കമ്പാഷൻ അല്ല ആവശ്യം. ദൈവത്തിന് ഇല്ലാത്ത കൺസേൺ നമുക്ക് ആവശ്യമില്ല, ദൈവത്തിന് ഇല്ലാത്ത കമ്പാഷൻ നമുക്ക് ആവശ്യമില്ല. എവിടെയും പരിശുദ്ധാത്മാവിന്റെ നിയോഗമാണ് ആവശ്യം. ഇവിടെ ഇതാ നെഹമ്യാവ് പണിക്കിറങ്ങിയപ്പോൾ തനിക്ക് മനസ്സിലായി ഇത് വളരെ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. നോക്കിക്കേ, എന്ത് വിലയാണ് ആ മനുഷ്യൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. എത്രമാത്രം പ്രൈസ് കൊടുത്താണ് താനത് പണിതത്. 52 ദിവസത്തെ നിരന്തരമായ കഠിനാധ്വാനം, നിരന്തരമായ ടീം വർക്കിൽ. ആമേൻ, ആമേൻ. 2.5 മൈൽ ചുറ്റളവിലുള്ള ആ വലിയ കൂറ്റൻ മതിൽ, അത്രയും ഉയരമുള്ള ആ വലിയ കൂറ്റൻ മതിൽ താനും തൻ്റെ ടീമംഗങ്ങളോട് ചേർന്ന് എന്ത് ചെയ്യാനിടയായി തീർന്നു? പണിതെടുക്കാനിടയായി തീർന്നു. അതേ സഹോദരങ്ങളെ, കർത്താവിന് വേണ്ടി നമ്മൾ എത്രമാത്രം വില കൊടുക്കുന്നുവോ അത് ദൈവത്തിന്റെ അക്കൗണ്ടിലുണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. നിങ്ങളുടെ ഒരു പെനി ഒരു ട്രാക്ട് അടിക്കാൻ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഔട്ട്റീച്ചിന് പോയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആമേൻ സോഫ്റ്റ് ഡ്രിങ്ക് മേടിച്ച് കൊടുത്തെങ്കിൽ അത് അക്കൗണ്ടിലുണ്ട്. നിങ്ങളുടെ വാഹനം ആമേൻ 4 പേരെയും കൂടെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഉപയോഗിച്ചെങ്കിൽ അത് ദൈവത്തിന്റെ അക്കൗണ്ടിലുണ്ട്. നിങ്ങൾ ആമേൻ ഫോൺ വിളിച്ച് ചിലരെ എൻകറേജ് ചെയ്തെങ്കിൽ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ധൈര്യപ്പെടുത്തിയെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഉണ്ട്. ആമേൻ 4 സ്നേഹിതരെ വിളിച്ച് ഹൗസ് പാർട്ടി നടത്തി ഗോസ്പൽ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ കിട്ടിയെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. ഒരു പിക്നിക്കിന് പോലെ മനസ്സിൽ പ്രേരണ കിട്ടിയിട്ട് ചില സ്നേഹിതരെ വിളിച്ചിട്ട് അവിടെ പോയി നിങ്ങൾ ചില പാട്ടുകളൊക്കെ പാടി ചില വചനങ്ങളും ഒക്കെ പങ്കുവെച്ച് ഒരുമിച്ച് ഗ്രൂപ്പായിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ അതിന് നിങ്ങൾ സ്പെൻഡ് ചെയ്ത മണി ഉണ്ടെങ്കിൽ അത് ദൈവം കണക്കിട്ടിട്ടുണ്ട്. എനിക്ക് താഴ്മയോടെ നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, സ്തോത്രം, നെഹമ്യാവ് എത്ര അനുഗ്രഹിക്കപ്പെട്ട, എത്ര മാതൃകയുള്ള, എത്ര സമർപ്പണമുള്ള, എത്ര കാഴ്ചപ്പാടുള്ള ഒരു മഹത്തായ ഒരു ബ്ലെസ്സഡ് ലീഡർ ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേ സഹോദരങ്ങളെ, നിങ്ങളുടെ ഭവനത്തിലെ നെഹമ്യാവ് നിങ്ങളാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ വീടിന്റെ ഇടിവുകളെ പണിയുവാൻ, പൊളിഞ്ഞുപോയ മതിൽ പണിയുവാൻ എൻ്റെ സഹോദരിമാരെ, എൻ്റെ സഹോദരന്മാരെ, ദൈവം നിങ്ങളെയാണ് കണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഉറച്ചുകൊള്ളണം. നിങ്ങൾ എഴുന്നേൽക്കേണ്ട സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കണം. നിങ്ങൾ പണി തുടങ്ങേണ്ട സമയത്ത് ദൈവസനെ നിങ്ങൾ പണി തുടങ്ങണം. നിങ്ങൾ കരയേണ്ട സമയത്ത് ദൈവസനെ നിങ്ങൾ കരയണം. യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവം എന്താണ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്, നിങ്ങളത് ചെയ്യണം. ചില സന്ദർഭങ്ങളിൽ ദൈവാത്മാ നമ്മെ ചില പ്രത്യേക കാലഘട്ടം വരെ ചിലപ്പോൾ വ്യത്യസ്ത നിലകളിൽ ഫാസ്റ്റ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചെന്ന് വരും. ചില നാളുകളോളം ഇടിവിൽ നിൽക്കാൻ പ്രേരിപ്പിച്ചെന്ന് വരും. ചില നാളുകളോളം അതേ പക്ഷപാതം ചെയ്യുവാൻ പരിശുദ്ധാത്മാ ഹേമിച്ചെന്ന് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് കാലതാമസം എന്ന് തോന്നുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ പെട്ടെന്ന് നടക്കാതെ വരുമ്പോൾ ഓർത്തു കളയരുത്, ദൈവം കൈവിട്ടതാണോ, ദൈവം മറന്നു കളഞ്ഞതാണോ എന്ന്. ചില സമയങ്ങളിൽ ദൈവം നിങ്ങളോട് മിണ്ടിയെന്ന് വരത്തില്ല. ദൈവം സൈലന്റ് ആയിട്ടിരിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായം മുതൽ 37 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വന്നാൽ ദൈവം മിണ്ടിയില്ല. God was silent. എന്തൊരു ക്രൂരതയായിട്ട് ഒരുപക്ഷേ യുക്തിവാദികൾക്ക് അതിനെ വേണേ വ്യാഖ്യാനിക്കാം.
ഇത്രയും ട്രാജഡി സംഭവിച്ചിട്ട് ദൈവം എന്താ മിണ്ടാഞ്ഞ്? കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് എന്താ ദൈവം മിണ്ടാഞ്ഞത്? അവരുടെ ഓരോ വീടുകളിലും കൊടുങ്കാറ്റടിച്ചിട്ട് ദൈവം എന്താ മിണ്ടാഞ്ഞത്? തന്റെ 3000 ആട് നഷ്ടപ്പെട്ടപ്പോൾ, 500 ഏർക്കാള അല്ലെ 1000 കാള നഷ്ടപ്പെട്ടപ്പോൾ, 3000 ഒട്ടകം നഷ്ടപ്പെട്ടപ്പോൾ, ആയിരക്കണക്കിന് മില്യൺസിന്റെ നഷ്ടങ്ങൾ വന്നപ്പോൾ, 7000 ആട്, 3000 ഒട്ടകം, 500 ഏർക്കാള, 500 പെൺകഴുത. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഫാമിന്റെ ഉടമയായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പശുവിനെ വളർത്തണമെങ്കിൽ 1 ഏക്കർ സ്ഥലം മിനിമം വേണം. എൻ്റെ അറിവ് ശരിയെങ്കിൽ ഞാനിങ്ങനെ ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞത്, ഇവിടെ ഒരു പശുവിനെ വളർത്തണമെങ്കിൽ മിനിമം 1 ഏക്കർ മുതൽ 5 ഏക്കർ സ്ഥലം വരെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇത്രയും ഫാം നടത്തണമെന്നുണ്ടെങ്കിൽ എത്ര വിശാലമായ ലാൻഡിന്റെ ഓണറാണ് അദ്ദേഹം. സ്തോത്രം. ഒരിക്കൽ പോലും താൻ പറഞ്ഞിട്ടില്ല ഇതെല്ലാം എന്റേതാ എന്റേതാ എന്റേതാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെതാ. നിങ്ങളുടെ ഭവനം ദൈവത്തിന്റെ ദാനമാണെന്ന് പറയണം. നിങ്ങളുടെ ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണെന്ന് പറയണം. നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്തിന്റെ ദാനമാണെന്ന് പറയണം. നിങ്ങളുടെ മക്കൾ ദൈവത്തിന്റെ ദാനമാണെന്ന് പറയണം. എന്തിന്? നിങ്ങളിരിക്കുന്ന ചെയർ ദൈവത്തിന്റെ ദാനമാണെന്ന് പറയണം. നിങ്ങൾ അനുഭവിക്കുന്ന ടു വിസിറ്റ് എല്ലാ ബ്ലെസ്സിങ്സിന്റെയും ഓണർ ദൈവം തന്നെയാണെന്ന് പറയണം. ഇതൊക്കെ അനുഭവിപ്പാൻ സ്വർഗം നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. ദൈവം മിണ്ടാതെ ഇരിക്കുന്നെങ്കിൽ അതിന് അർത്ഥം എന്താ? നേരിടുന്ന ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാൻ എൻ്റെ കുഞ്ഞിന് ഞാൻ കൃപ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നേരിടുന്ന ഏത് പ്രതിസന്ധിയെയും അതിജീവിപ്പാൻ എന്നോടുള്ള സഹിത്വത്തിൽ ഞാൻ കൊടുത്ത കൃപ അവന് ധാരാളം മതി. തൻ്റെ ഉറ്റ സ്നേഹിതർ ഒരാഴ്ച വന്ന് മിണ്ടാതെ ഇരുന്നിട്ട് തന്നെ പാപിയാക്കി, ദുഷ്ടനാക്കി, വഞ്ചകനാക്കി, ചതിയനാക്കി, ക്രൂരനാക്കി എന്തെല്ലാം ചിത്രീകരണങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇയ്യോബിന്റെ ജീവിതത്തിലെ കഷ്ടതയുടെ കാലഘട്ടത്തെക്കുറിച്ച് നാം കാണുന്നത് മാസങ്ങളോളം എന്നുള്ള വാക്കാണ്. ഒരു ചിന്തകൻ പറഞ്ഞത് 20 വർഷമാണെന്ന്. അത് റോങ് ആയിട്ട് എനിക്ക് മനസ്സിലായത്. കാരണം അങ്ങനെയുണ്ടെങ്കിൽ കഷ്ടതയുടെ കാലങ്ങൾ എന്ന് പറഞ്ഞേനെ. അത് പറയാതെ മാസങ്ങൾ എന്നാണ് പറഞ്ഞത്. തൻ്റെ ഭാര്യ വിട്ടുപോയി, മക്കൾ നഷ്ടപ്പെട്ടു പോയി, സ്വത്ത് നഷ്ടപ്പെട്ടു പോയി, ആരോഗ്യം മാരക രോഗത്തിന് ഹൈലി ഇൻഫെക്റ്റഡ് ആയി തൻ്റെ ബോഡി. പക്ഷേ അവിടെയെല്ലാം പ്രത്യാശയുടെ വാക്കുകൾ പറയാനിടയായി തീർന്നതിൻ്റെ കാരണം തൻ്റെ ഉള്ളിൽ ഭരിച്ചിരുന്നത് മെറ്റീരിയലൈസ്റ്റിക് ആയിട്ടുള്ള മനോഭാവമായിരുന്നില്ല. പ്രത്യുത യഹോവ തന്നു, യഹോവ എടുത്തു. സ്തോത്രം. ഇന്നലകളിലെ നഷ്ടങ്ങളെയും ചിലവിട്ടതിനെയും കുറിച്ച് ഒരിക്കലും നമുക്ക് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? കൂലി കുറയ്ക്കാത്ത ഒരു യജമാനനാണ് നമ്മുടെ ദൈവം. അവന്റെ കയ്യിൽ മാത്രമേ, അവിടുത്തെ കയ്യിൽ മാത്രമേ കാലിയാകാത്ത ഒരു കലവറയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കുക, നെഹമ്യാവ് തൻ്റെ ജീവിതത്തിലെ എല്ലാം സമ്പൂർണമായി ദൈവത്തിനായി അർപ്പിച്ചു കൊടുത്ത് ദൗത്യത്തിൽ പ്രവേശിച്ചത് കൊണ്ട് നാം കാണുന്നത് തന്നെ അവിടുത്തെ ഗവർണറായി ഉയർത്താനിടയായി തീർന്നു. സ്തോത്രം. തെറ്റ് ചെയ്യാത്ത യോസഫ് കുറ്റവാളിയായി ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴാണ് വ്യാഖ്യാനപരം പ്രാപിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. തന്നെ ചെയ്യാത്ത തെറ്റിന് അപവാദം തന്നെ കുറിച്ച് പരന്നു. അവന്റെ കയ്യിലുമുണ്ട്, കോടതിയിൽ അവൾ ഹാജരാക്കി. എത്ര ന്യായമായി, എത്ര തന്ത്രപരമായി, എത്ര വയസ്സായിട്ടാണ് ചില ആളുകൾ ചിലരെ ചതിക്കുവാനായി കാര്യാദികൾ വെക്കുന്നത്. ഒരു ഡോക്ടറും ഒരു പോലീസും ഒരു വക്കീലും ഉണ്ടെങ്കിലൊക്കെ ഏത് തെറ്റും ശരിയായിട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ മനസാക്ഷിയുടെ കോടതിയിലും ദൈവത്തിന്റെ കോടതിയിലും നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം യോസഫിന്റെ അപവാദത്തിന്റെ മുറിവുകളെ കണ്ട് മനസ്സിലാക്കിയിട്ട് ആ ജയിലിനകത്ത് ജയിൽ സൂപ്രണ്ടിനോട് ദൈവിക ഇടപെടലിൽ നടന്ന് അവനോട് കരുണ കാണിച്ച് അവിടെ അഡ്മിനിസ്ട്രേഷൻ ലീഡർഷിപ്പ് ട്രെയിനിങ് അവിടെ കൊടുത്തു. അല്ലെ?
ആമേൻ. എല്ലാരെയും അങ്ങോട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് ദൈവം മൗനമായിരിക്കുന്നു. സ്തോത്രം. അവിടെ വെച്ച് വ്യാഖ്യാനവരം കിട്ടുന്നു. നോക്കുക, ഒറ്റ രാത്രി കൊണ്ട് തടവുകാരനെ ഈജിപ്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാക്കി മാറ്റി. സഹോദരങ്ങളെ, പാനപാത്രം എടുത്തു നിന്ന നെഹമ്യാവ് ഒരിക്കലും വിചാരിച്ചില്ല താനൊരു ഗവർണറാകുമെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ നിങ്ങൾ എപ്പോൾ മാനിക്കപ്പെടണം, നിങ്ങൾ എപ്പോൾ ആദരിക്കപ്പെടണം, എപ്പോൾ നിങ്ങൾ ഉയർത്തപ്പെടണം, എപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകണം, ഇതെല്ലാം ദൈവമാണ് തീരുമാനിക്കുന്നത്. തൻ്റെ സമ്പാദ്യങ്ങൾ മതിൽ പണിക്കായി ചെലവിട്ടു. താനെ പ്രതിഫലം മേടിക്കാതെ പണിയെടുത്തു. സ്തോത്രം. ആമീൻ. തൻ്റെ ശരീരത്തിന്റെ ക്ഷീണ തളർച്ചകളൊന്നും മനസ്സിലാക്കാതെ കർത്താവ് പറഞ്ഞതും കർത്താവ് ഏൽപ്പിച്ചതും കർത്താവ് നിയോഗിച്ചതുമായ ആ മഹാദൗത്യത്തിനു വേണ്ടി താൻ മാക്സിമം പ്രൈസ് കൊടുത്തു. നിങ്ങളെ ദൈവം ഏൽപ്പിച്ച കാര്യത്തിൽ നിങ്ങൾ എത്രമാത്രം വിശ്വസ്തരായിരിക്കുന്നുവെന്ന് നിങ്ങൾ പരിശോധിക്കാറുണ്ടോ? സ്തോത്രം. കർത്താവ് നിങ്ങളെ പലപ്പോഴും നിയോഗിച്ച കാര്യങ്ങളിൽ നിങ്ങൾ അവധി പറഞ്ഞ് നീട്ടുന്നവരായിട്ടാണോ ഉള്ളത്? സ്തോത്രം. തിരിച്ചറിഞ്ഞ ദൈവഹിതം നമ്മൾ നിവർത്തിക്കാതെ അതും ഇതും ചെയ്തിട്ട് ഇനി ആ ഉത്തരകാലം കൊണ്ടൊന്ന് കഴിഞ്ഞിട്ട് എന്തേലും ദൈവത്തിന് വേണ്ടി ചെയ്യണം, എന്തേലും ദൈവത്തിന് വേണ്ടി ചെയ്യണം, ഈ ചിന്തകളാണെങ്കിൽ നിങ്ങൾ അപകടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കാരണം നിങ്ങൾ പാമ്പറും കെട്ടി കിടക്കുമ്പോഴല്ല നിങ്ങൾ പ്രതിഷ്ഠിച്ച് ഇനി ഒരു ദൈവിക രോഗശാന്തിയുടെ നടന്നിട്ട് പുറത്തിറങ്ങേണ്ടത്. സ്തോത്രം. സഹോദരങ്ങളെ, പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ ജോലിയോടൊപ്പം കർത്താവിന്റെ വേലയിൽ പങ്കാളിത്തം വഹിപ്പാനാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇത് 40 ഡേയ്സിന്റെ ഒരു വചനധ്യാന പ്രോഗ്രാമാണ് സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളത്. 32 പരം വേദശാസ്ത്രജ്ഞന്മാർ, തിയോളജിക്കൽ സെമിനാരി അധ്യാപകരായ പ്രൊഫസേഴ്സ്, അവര് നമ്മുടെ ഗ്രേറ്റ് വിഷൻ ഓൺലൈനിലൂടെയുള്ള ദൈവവചന ക്ലാസ്സുകൾ അവർ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ലഭിച്ച ക്ലാസ്സുകളൊക്കെ നിങ്ങൾ സമയാസമയങ്ങളിൽ അത് കൃത്യമായി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അതിൽ കൂടുതൽ അതിൽ നിന്ന് വചനത്തിൽ നിന്ന് വേരൂന്നി നിങ്ങൾ മുന്നോട്ട് പോകുവാനും വിശേഷാൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനേരം നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഇനി സമയം ചിലവിടാൻ പോവുകയാണ്. നാം ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, പുരോഹിതന്മാരും പ്രമാണികളും ഒക്കെ പലിശയ്ക്ക് കൊടുക്കുന്നവരായി മാറി. ആമേൻ. ഇന്നത്തെ കാലഘട്ടത്തിലും എത്രയോ വിശ്വാസികളാണ് 3 രൂപ, 2 രൂപ, 4 രൂപ, 5 രൂപ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നത്. എത്ര പാസ്റ്റേഴ്സ് അത് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, അത് അനുഭവിച്ചിട്ടുണ്ട്. ഞാനും ചിലർക്ക് വേണ്ടി മീഡിയേറ്ററായി നിന്നതുകൊണ്ട് ഞാനും ഇപ്പം അത് പലതും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എത്ര ഭയാനകരമായ തലത്തിലൂടെയാണ് ഈ ലോകം കടന്നു പോകുന്നത്. ദൈവ പൈതലെ, സ്വത്തിനേക്കാൾ വലുത് സ്വസ്ഥതയാണ് നിങ്ങൾ തിരിച്ചറിയണം. ദൈവം നൽകുന്ന സമാധാനമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ദൈവം നൽകുന്ന സ്വസ്ഥതയാണ് ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നതായിരിക്കും നമ്മുടെ സന്തോഷം. നമ്മുടെ ദൈവത്തെ അനുസരിക്കുന്നതായിരിക്കും നമ്മുടെ സമാധാനം. നമ്മുടെ ദൈവത്തെ അനുസരിക്കുന്നതായിരിക്കും നമ്മുടെ സ്വസ്ഥത. അതുകൊണ്ട് ദൈവഹിതമില്ലാത്ത എല്ലാറ്റിൽ നിന്നും കർത്താവ് നമ്മെ ഒഴിച്ചിരുത്തുവാനും വരുന്ന ദിവസങ്ങളിൽ ഏറിയ ദൈവകൃപയോടുകൂടി കർത്താവിന്റെ മഹത്വത്തിനായി നിലകൊള്ളുവാൻ ദൈവസന്നിധിയിൽ നമ്മളെ പ്രതിഷ്ഠിച്ചും നമുക്ക് മുന്നേറാനിടയാകട്ടെ. ഓർത്തിരിക്കുക താൻ പറഞ്ഞ വാക്കുകൾ. സ്തോത്രം. പ്രമാണിമാരെ താൻ ശാസിക്കേണ്ടടുത്ത് ശാസിച്ചു, ലീഡേഴ്സിനെ ശാസിക്കേണ്ടടുത്ത് ശാസിച്ചു. അവർ പറഞ്ഞ കാര്യം ഇനി നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാം. നോക്കുക, സാക്ഷ്യമുള്ള ഒരുവന്റെ വാക്കിനെ എതിർക്കുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സ്വന്തം കൈ കൊണ്ട് ചെലവിട്ട് മറ്റുള്ളവരുടെ കടം തീർത്ത് അവരെ അനേകരെ നെഹമ്യാവ് വീണ്ടെടുത്തതായി കാണുന്നു. കഴിയുന്നിടത്തോളം നാം വീണ്ടെടുത്തിരിക്കുന്നു എന്നൊരു വാക്ക് 8-ാം വാക്യത്തിൽ കാണുന്നു. ജാതികൾക്ക് വിറ്റിരുന്ന നമ്മുടെ സഹോദരന്മാരായ യഹൂദന്മാരെ നമ്മാൽ കഴിയുന്നിടത്തോളം നാം വീണ്ടെടുത്തിരിക്കുന്നു. നോക്കുക, എത്രമാത്രം പ്രൈസ് കൊടുത്തു നെഹമ്യാവ്. സ്തോത്രം. നോക്കുക, ഇന്നലകളിൽ നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളുടെ സ്ഥിതി അറിഞ്ഞ് നിങ്ങൾ കൈത്താങ്ങൽ ചെയ്തെങ്കിൽ, നിങ്ങൾ സഹായിച്ചെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ ലാസ്റ്റ് മന്ത് ഞാൻ യാത്രകളായിരുന്നല്ലോ. ഞാൻ UAE-യിലായിരിക്കുന്ന സമയത്ത്, ഷാർജയിലായിരിക്കുമ്പോൾ ഞാനും നമ്മുടെ സ്തോത്രം സാബു പാസ്റ്ററും കൂടെ
ഒരു ഭവനത്തിലേക്ക് കടന്നുപോയി. ഞങ്ങൾ ഗോസ്പൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നൽകിയ വചനമെല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ 2 കുഞ്ഞുങ്ങൾ, ഒന്ന് 11ൽ പഠിക്കുന്ന കുഞ്ഞ്, ഒരാള് 9-ലാണെന്ന് തോന്നുന്നു. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു അവർക്ക് ഇച്ചിരി പൈസ കൊടുക്കാനായിട്ട്. സ്തോത്രം. അപ്പൊ ഞാൻ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളോട് സംസാരിക്കേണ്ട വചനങ്ങൾ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഇനി കർത്താവ് പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്യാനുണ്ട്. പേഴ്സ് തുറന്ന് ഞാൻ 100 ദർഹംസ് എടുത്ത് ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാനിവിടെ നിങ്ങളോട് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താപ്പച്ചൻ എന്നോട് പറഞ്ഞു 100 ദർഹംസ് കുഞ്ഞുങ്ങളുടെ കയ്യിൽ തരാൻ. അപ്പോൾ ആ മൂത്ത് കുഞ്ഞ് ചോദിക്കുകയാണ്, ദൈവം പറഞ്ഞോ? ഇളയ കുഞ്ഞ് ചോദിക്കുക, ദൈവം അങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു, അതേ മക്കളെ, കർത്താവ് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ 100 ദർഹംസ് തരണമെന്ന്. അപ്പോൾ ആ മൂത്ത കുഞ്ഞ് വാവിട്ട് കരയുക. രക്ഷിക്കപ്പെട്ട കുഞ്ഞൊന്നും അല്ല കേട്ടോ. പക്ഷെ അന്ന് രാവിലെ ആ കുഞ്ഞ് പറയുന്നത്, ഇന്ന് രാവിലെ 100 രൂപയ്ക്ക് വേണ്ടി അവൾ ദൈവത്തോട് കരഞ്ഞു എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ സഹോദരങ്ങളെ. പ്രൈസ് ലോർഡ്. ആ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിന് വർധനവിന് ഒരു കാരണമായി തീർന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. ചില സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ നീണ്ട ദിവസങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയും നീണ്ട ദിവസങ്ങൾ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പെനി പോലും ചില സ്ഥലത്തൊന്നും മേടിക്കാനിടയായിട്ടില്ല. ആമേ. ചില സ്ഥലങ്ങളിൽ ദിവസങ്ങളോളം പാർത്ത് ശുശ്രൂഷിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാ വിലക്കുന്ന ഒറ്റ ചെല്ലിപ്പൈസ ഞാൻ മേടിക്കുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കാര്യം, നമ്മൾ ഇതൊരു കച്ചവട വസ്തുവല്ല. ഇത് നമ്മുടെ ലാഭേച്ഛയ്ക്ക് വേണ്ടിയുള്ള ഒരു ദൗത്യമല്ല. ഓ ജീസസ്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ചിലരെ വീണ്ടെടുക്കുവാൻ, ചിലരെ രക്ഷിക്കുവാൻ, ചിലരുടെ ദുസ്ഥിതി അറിഞ്ഞ് അവരോടൊരുമിച്ച് ഇടിവിൽ നിൽക്കുവാൻ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്തെങ്കിൽ, സ്തോത്രം, ഒരു ദൈവത്തിന്റെ കഷ്ടത അറിഞ്ഞ് നിങ്ങൾ പലവട്ടം വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാതെ അവിടെ ഇരുന്ന് കരഞ്ഞെങ്കിൽ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, കർത്താവ് ഒരിക്കലും മറക്കത്തില്ല. മോശ ഇവിടെ കൈ തളരുന്നത് മനസ്സിലാക്കി അപ്പുറത്തും ഇപ്പുറത്തും കൈത്താങ്ങലിന് വേണ്ടി വന്ന അഹരോനും ഹൂരും, സ്തോത്രം, ഹൂരിനെയൊന്നും അന്നേരം മാനിച്ചതായി നമുക്ക് തോന്നുന്നില്ലെങ്കിലും തൻ്റെ കൊച്ചുമകനായ ബെസലേലിനെ പേർചൊല്ലി വിളിച്ചിട്ട് 6-ൽ പരം സ്കില്ലുകൾ കൊണ്ട് അവന്റെ ബ്രെയിനെ നിറച്ചതായി നമ്മൾ ആമേൻ പുറപ്പാട് പുസ്തകം 31-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതേ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ വിതയ്ക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ നാളെയുടെ ദിവസങ്ങളിൽ നിങ്ങളുടെ തലമുറകൾ അത് കൊയ്യും. സ്തോത്രം. നിങ്ങളുടെ തലമുറകൾ അത് കൊയ്യും. നിങ്ങൾ സന്തോഷത്തോട് സ്തോത്രം ചെയ്യണം. ദൈവസന്നിധിയിൽ നിങ്ങൾ എത്രമാത്രം വിശ്വസ്തരായിരിക്കുന്നു അത്രമാത്രം നിങ്ങൾ മാനിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വേഴ്സ് 19-ൽ താൻ പറയുകയാണ്, എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമല്ലോ, നല്ല ശമരിയക്കാരനായ വ്യക്തി, സ്തോത്രം, അവനവിടെ നിർത്തി ആളിനെ എടുക്കാൻ കാരണം പുരോഹിതന്മാർ പുരോഹിതൻ കണ്ടിട്ട് പോയി, ലേവ്യനും കണ്ടിട്ട് പോയി. അവരുടെ പാൻഡയിലും അവരുടെ കുപ്പായത്തിലും ഒക്കെ ഈ ബ്ലഡ് ആയാൽ പ്രശ്നമാണ്. അർത്ഥപ്രാണനായി കിടക്കുകയാണ്. അപ്പൊ കേസ് തൊട്ടാൽ മരിച്ചു പോയാൽ ഇവര് പ്രതികളാകും. എന്തെല്ലാം അങ്കലാപ്പിലാണ് അവർ കടന്നുപോയത്. പക്ഷെ എന്തുകൊണ്ട് അവര് നിന്നില്ല, എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചാലുള്ള ഡയറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഇവൻ മുറിവേറ്റ് കിടക്കുകയാണ്, വിവസ്ത്രനായി കിടക്കുകയാണ്. താൻ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ ആമേൻ ഒരു കുപ്പായമെങ്കിലും ഊരി ഇവന്റെ ശരീരത്തിൽ ഇടേണ്ടി വരും. ആമേൻ, സ്തോത്രം. അല്ലെ മേലങ്കിയെങ്കിലും എടുത്തു ഇടേണ്ടി വരും. അതുകൊണ്ട് അവരതിനാരും തുനിയാൻ, എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണത്, അവർ ചെയ്യാൻ തയ്യാറായില്ല. ഇവരിൽ നിന്ന് നമ്മുടെ സ്റ്റുഡൻസ് നേരത്തെ ഡിസ്കഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, എന്തുകൊണ്ടാണ് അവരെ ചെയ്യാഞ്ഞേ? പല കമന്റുകളാണ് നമ്മൾ അതിൽ കേൾപ്പാനിടയായി തീർന്നത്. പക്ഷെ അതിന്റെ അടിസ്ഥാന റീസൺ, അവരുടെ കയ്യിൽ എണ്ണയില്ല, അവരുടെ കയ്യിൽ വീഞ്ഞില്ല. പ്രൈസ് ഗോഡ്. പുരട്ടാനുള്ളത് അവരുടെ കയ്യിലില്ല സഹോദരങ്ങളെ. മുറിവ് കെട്ടാനുള്ളത് അവരുടെ കയ്യിലില്ല. പക്ഷേ വലിയ പ്രമാണമൊന്നും കയ്യിലില്ലാത്തവന് നല്ല മനുഷ്യത്വമുള്ള ആ ശമരിയക്കാരന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? എണ്ണയുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? അവന്റെ കയ്യിൽ വീഞ്ഞുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചറിയണം. മറ്റുള്ളവരുടെ മുറിവ് കെട്ടാനുള്ളത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവരുടെ മുറിവ് കെട്ടാനൊക്കൂ. ആമേ. മുന്തിരിങ്ങ എടുത്തു വെച്ചാൽ മുറിവ് കരിയില്ല, ഒലിവുക എടുത്തു വെച്ചാലും മുറിവ് കരിയില്ല. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഈ മുന്തിരിങ്ങായും ഈ മുന്തിരിയും ഈ ഒലിവുകായും ഒക്കെ ചതഞ്ഞരഞ്ഞ് ആട്ടാനേൽപ്പിച്ചു കൊടുത്തതാണ്.
സ്തോത്രം, ക്രഷ് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്തതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ ക്രഷിങ് അനുഭവത്തിലൂടെ പോകുന്നെങ്കിൽ, ചതയുന്നത് പോലെ പോകുന്നെങ്കിൽ, മനസ്സ് തകരുന്നത് പോലെ പോകുന്നെങ്കിൽ, എല്ലാം പ്രതികൂലമെന്ന് തോന്നിപ്പോകുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, നിങ്ങളുടെ കരടും കീടവും മാറ്റി നിങ്ങളെ തെളിവുള്ള ഒലിവെണ്ണയായി പുറത്തെടുക്കാനാണ്. മോശയിലൂടെ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അതെ, നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് തെളിവുള്ള ഒലിവെണ്ണ എൻ്റെ ജനത്തോട് പറ. എൻ്റെ ആലയത്തിൽ വിളക്ക് നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടുവരാൻ. അതേ സഹോദരങ്ങളെ, സ്പെൻഡ് ചെയ്യാനായിട്ട്, കത്താനായിട്ട്, ശോഭിക്കാനായിട്ട്, മുറിവ് കെട്ടാനായിട്ട്, മറ്റുള്ളവരുടെ പെയിന്റെ നടുവിലാണ് ദൈവത്തിന് നിനക്ക് നൽകുന്ന ചാൻസ് എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മുടെ ലൈഫ്, ദൈവം ആഗ്രഹിക്കുന്നത്, യുവർ ലൈഫ് മസ്റ്റ് ബി എ ബാം ഫോർ ദ ബ്രോക്കൺ ഹാർട്ട്. സ്തോത്രം. നിങ്ങളുടെ ജീവിതം മുറിവേറ്റവർക്ക് വേണ്ടി ഒരു ബാമായിട്ട് തീരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ലൈഫ് മുറിവേറ്റവന് ഒരു വൈനായി മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ഒരു ഓയിലായി, ഒരു വൈനായി മുറിവേറ്റവരിലേക്ക് ഒഴുകുമ്പോൾ പ്രാണനാണ് രക്ഷപ്പെടുന്നത്. നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റ് ഭാഷയിൽ പറഞ്ഞാൽ ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന വില ദൈവസന്നിധിയിൽ അവർണ്ണനീയമായി കാണപ്പെടുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. പ്രൈസ് ഗോഡ്. നമ്മുടെ ഈ പ്രാർത്ഥനയുടെ 12ാമത്തെ ദിവസം ദൈവമഹത്വം കാണുവാൻ കൂടുതൽ നമുക്കിടയാകട്ടെ. ഓരോ സെഷനും കഴിയും തോറും കൂടുതൽ സമർപ്പണത്തിലേക്കും കൂടുതൽ ആത്മാർത്ഥമായ ദൈവ നിയോഗത്തിലേക്കും വരുവാൻ പരിശുദ്ധാത്മാ നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുവാറാകട്ടെ. ആനി ബോബൻ സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു, കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു, കർത്താവേ. കർത്താവേ, ഇത്രത്തോളം സമയം കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗം തന്ന കൃപയ്ക്കായ സ്തോത്രം. കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്ന ഈ ദിവസങ്ങളിലൊക്കെയുമായി കർത്താവേ, ഞങ്ങൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും കർത്താവേ ദേവദാസനിൽ കൂടി ഞങ്ങൾ കേൾക്കുന്ന ഓരോ വചനവും ഹല്ലേലൂയ കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു, കർത്താവേ. അത് ഞങ്ങൾക്ക് കർത്താവേ സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥ ഹല്ലേലൂയ കർത്താവേ, ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും അറ്റൻഡ് ചെയ്യുന്ന കർത്താവേ, ഈ കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥ, ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരുടെയും കർത്താവേ ഹല്ലേലൂയ ഹൃദയങ്ങളിൽ കർത്താവേ സ്തോത്രം ചെയ്യുന്ന സമർപ്പണങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന ഓരോ വാക്കുകളും കർത്താവേ, ഓരോ വചനങ്ങളും കർത്താവേ സ്തോത്രം ചെയ്യുന്നു നാഥ, അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി, ഞങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് വിടുതലായി ഭവിക്കുവാൻ ചക്കവണ്ണ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവേ സ്തോത്രം ചെയ്യുന്നു നാഥ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളിലുള്ളവൻ കർത്താവേ ലോകത്തിലുള്ളവനേക്കാൾ ഏറ്റവും വലുതാ കർത്താവേ സ്തോത്രം ചെയ്യുന്നു നാഥ. നീ ഞങ്ങളിലേക്ക് കർത്താവേ ഹല്ലേലൂയ കർത്താവേ, അവിടുന്ന് ഞങ്ങളിൽ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്ന പ്രിയനെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഓരോ ദിവസവും കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥ, കൂടുതൽ സമർപ്പണത്തോടെ, കൂടുതൽ നിയോഗമുള്ളവരായി കർത്താവേ, ദൈവ നിയോഗമുള്ളവരായി ഞങ്ങൾ ചേരുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥ, ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ കർത്താവേ യേശുപ്പാ സ്തോത്രം ചെയ്യുന്ന കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ ചിലവിടുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, നീ ഞങ്ങൾക്ക് അപ്പാ ഞങ്ങൾക്ക് വേണ്ട വഴികളെ കർത്താവേ നീ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയനെ. നന്ദിയോടെ സ്തുതിക്കുന്ന ദേവദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ശക്തി കൊണ്ട് കർത്താവ് നിറച്ചിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ കർത്താവ് വചനങ്ങളിലൂടെ പുതിയ തലങ്ങളിലേക്ക് കർത്താവെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ഹല്ലേലൂയ കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ അമിത ബലത്താൽ നീ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. കുടുംബത്തെ അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവളെ അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ സ്തോത്രം ചെയ്യുന്നു നാഥ. നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. കൃപ കൂടെ ഇരുന്നാട്ട് സഹായിച്ചാട്ട് കർത്താവെ. സകലത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
സ്തോത്രം കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. നെഹമ്യാവിനെ പോലെ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം ചെയ്യുന്നു നാഥ. എപ്രകാരം കർത്താവേ നെഹമ്യാവ് കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. മതിൽ പണിതപ്പോൾ കർത്താവേ, സ്തോത്രം ചെയ്യുന്നു നാഥ. ഹല്ലേലൂയ കർത്താവേ, താൻ അവിടെ ആയിരിക്കുന്നവർക്ക് എല്ലാവർക്കും കർത്താവേ ഭക്ഷണപാനീയങ്ങള് തന്റെ സ്വന്തം ചെലവിൽ ചെയ്തതുപോലെ കർത്താവേ, അനേകർക്ക് കർത്താവേ, ഞങ്ങളും കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, അവരുടെ ആവശ്യങ്ങളിൽ ഞങ്ങളും സഹായിപ്പാൻ ചക്കവണ്ണം സ്വർഗമേ ഞങ്ങൾക്കും കൃപ തന്നാട്ട് കർത്താവേ. അതിനുള്ള മനസ്സിനെ ഞങ്ങൾക്ക് തന്നാട്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. സ്വർഗമേ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. നിന്റെ സന്നിധിയിൽ നിന്ന് ആലോചന ചോദിച്ച് ഞങ്ങൾ ഓരോ ദിവസവും ജീവിപ്പാൻ ചക്കവണ്ണം കർത്താവേ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടമല്ലപ്പാ, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറ്റണമേ. അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള മക്കളായി ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഏവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വീണ്ടും കർത്താവേ അപ്പാ ഈവനിങ്ങിലെ കർത്താവേ സ്തോത്രം ചെയ്ത് ക്ലാസ്സിന് കടന്നു വരുവാൻ സാഹചര്യങ്ങളെ ഞങ്ങൾക്ക് ഒരുക്കി തന്നാട്ട് കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു. സകലത്തിനായി സ്തോത്രം, സകലത്തിനായി സ്തോത്രം. സകലമാനവും മഹത്വവും അങ്ങേക്ക് വീഴ്ചയും ബഹുമാനവും ഇവിടത്തേക്ക് മാത്രം കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. ഓ സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം ഹല്ലേലൂയ. ഇപ്പോൾ കാലം കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, അടിയങ്ങൾക്ക് ഹല്ലേലൂയ ഒത്തൊരുമിച്ച് കർത്താവേ അങ്ങയുടെ വചനത്തിന് കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമേ നീ കൃപ ചെയ്തതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ യേശുവപ്പാ, നിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ഞങ്ങളോട് കൂടി ഇരുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ ദാസനിലൂടെ കേൾക്കപ്പെട്ടതായ ഹല്ലേലൂയ അവിടുത്തെ ദിവ്യാലോചനയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, കേൾക്കപ്പെട്ട വചനത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ നയിപ്പാനുള്ള കൃപ ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഓരോ ദിവസവും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പണിയപ്പെടുവാൻ തക്കവണ്ണം നെഹമ്യാവ് ഹല്ലേലൂയ ഇടിഞ്ഞു കിടന്ന ഹല്ലേലൂയ യെരൂശലേമിന്റെ മതിലുകളെയും ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ കതവുകളെയും കർത്താവേ പണിതതുപോലെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്നതായ അവസ്ഥകളെ ഈ നാളുകളിൽ കണ്ടുണരുവാൻ അങ്ങയുടെ ദാസനോട് കേൾക്കപ്പെട്ടതുപോലെ എവിടെയൊക്കെ ഞങ്ങൾ ക്രമീകരിക്കണമോ അവിടെയെല്ലാം ഞങ്ങൾ ക്രമീകരിച്ച് ഓരോ ദിവസവും കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ഓരോ കല്ലുകൾ കർത്താവേ ഹല്ലേലൂയ 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 മതിലുകൾ പണിയുവാൻ വെച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഹല്ലേലൂയ ഓരോ ഹല്ലേലൂയ കർത്താവ് ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥകളെയും കർത്താവേ ഞങ്ങൾ കണ്ടുണർന്നുകൊണ്ട് ഈ നാളുകളിൽ കർത്താവേ നീ ആഗ്രഹിക്കുന്നതായ ഒരു വിശുദ്ധീകരണത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ നയിപ്പാൻ തക്കവണ്ണം അപ്പാ നിന്റെ കൃപ ഞങ്ങളുടെ മേൽ നീ അധികമായി ദിനങ്ങളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ അപ്പാ ഹല്ലേലൂയ, നിത്യതയ്ക്കായി നീ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകല്ലേ കർത്താവേ. ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്ന കർത്താവേ, 4 ബിരുദ പ്രാപിക്കുന്നവർ ഏകനാണല്ലോ കർത്താവേ. ആകിയാൽ ആ ഏകരുടെ കൂട്ടത്തിലേക്ക് എന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരുമായി തീരട്ടെ അപ്പാ. ഞങ്ങളെ സമ്പൂർണമായി താഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ, ജീവിതത്തിൽ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏതെല്ലാം കാഠിന്യമേറിയ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുവോ അത്രത്തോളം ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം അപ്പാ നീ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ, ആകയാൽ ഈ നാളുകളിൽ കർത്താവെ അങ്ങയോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം അപ്പാ നീ ഞങ്ങൾക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അതിനായി ഞങ്ങളെ എല്ലാവരെയും സമ്പൂർണ്ണമായി താഴ്ത്തുന്നു കർത്താവെ. ദിനംതോറും ഹല്ലേലൂയ കർത്താവെ ഞങ്ങളുടെ ഹല്ലേലൂയ പുറത്തെ ഹല്ലേലൂയ കർത്താവെ മനുഷ്യൻ ഹല്ലേലൂയ ക്ഷയിച്ചാലും ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ശക്തിപ്പെടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അപ്പാ നീ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോട് സ്തോത്രം. നിന്റെ കൃപ ഇതിനങ്ങൾ ധാരാളമായി ഞങ്ങളുടെ മേൽ നീ പകരുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ, ഒന്നിലും ഞങ്ങൾ പതറിപ്പോവാൻ ഇടയാകല്ലേ കർത്താവെ. ഹല്ലേലൂയ, കഷ്ടത പട്ടിണി ഹല്ലേലൂയ നീ
നിന്ന പരിഹാസം എല്ലാം ഹല്ലേലൂയ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ ഇതൊക്കെയും ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച ഞങ്ങളുടെ കർത്താവിനെ ധ്യാനിപ്പാനുള്ള കൃപ ദിനങ്ങളിൽ ഞങ്ങളുടെ മേൽ നീ അധികമായി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. പൈത്തത്തോളം അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തി ശക്തീകരിച്ച് കർത്താവിന്റെ കൃപ പകർന്ന് അവിടുന്ന് ദിനതോറും നടത്തുന്നതിനാൽ സ്തോത്രം കർത്താവെ. പിന്നെയും ഹല്ലേലൂയ തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നതായ ആടുകളെ മേയ്പ്പാനുള്ളതായ അമിതമായ ബലവും കൃപയും അങ്ങയുടെ ദാസന്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം കർത്താവെ. തനിക്ക് ലഭിച്ചതായ ദർശനത്തിന് ഒത്തവണ്ണം കർത്താവെ ഹല്ലേലൂയ നാളുകളിൽ കർത്താവ് നയിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രങ്ങളുടെ ദാസിയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അവിടുത്തെ കൃപ ധാരാളമായി പകരണമേ. ദാസന് നൽകിയതായ ഹല്ലേലൂയ ഹല്ലേലൂയ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ എല്ലാവിടുത്തെ കൃപയ്ക്കുള്ളിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ ആവശ്യമായ എല്ലാ നന്മകളാലും അവിടെ നിറച്ച് ഹല്ലേലൂയ അവിടെ നടത്തുമാറാകണമേ കർത്താവേ. അങ്ങയുടെ നാമത്തിന് വേണ്ടി ഹല്ലേലൂയ കർത്താവേ ഞങ്ങളാലാകുവോളം പ്രവർത്തിപ്പാൻ പ്രയത്നിപ്പാൻ കർത്താവേ ഹല്ലേലൂയ നീ ഞങ്ങൾക്ക് ഏവർക്കും കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. അത്രപാദപീഠത്തിൽ താഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ നന്ദിയോട് സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ അവിടുത്തെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം കർത്താവേ. പിന്നെയും കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങയുടെ വചനം ധ്യാനിപ്പാന് ദൈവസന്നിധിയിൽ അധികമായ സമയം ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ചെലവിടുവാനുള്ളതായ കൃപ ഞങ്ങൾക്ക് തരുമാറാകണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അപ്പൻ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ അപ്പായെ. ഹല്ലേലൂയ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു പിതാവേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല അടിയങ്ങൾക്കായി ജീവൻ തന്ന യേശുവിന്റെ ധന്യനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളണമേ നല്ല പിതാവേ. ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലസൻ പി കോശി ആശീർവാദം പറഞ്ഞു മോനെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ 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 ആമേൻ. ഓക്കേ. മൊബൈൽ നമ്പർ പറയാം. യെസ്, 9020406080. നിങ്ങൾ പറയുന്ന +91 9020406080. അഥവാ നിങ്ങൾ എവരെയും അനുഗ്രഹിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിങ്ങിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കൂടാം. കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ എവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.